ഇന്നത്തെ നമ്മുടെ കേക്ക് 1.5 കിലോ വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് റിച്ച് ഫ്ലേവറിലുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ റിച്ച് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തിരിക്കുന്ന 3 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നുകളിലാണ് കേട്ടോ. അപ്പോൾ 2 കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്ത് 3 ലെയർ വീതം കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തത് 2 ലെയറാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൊത്തം 8 ലെയറാണ് കേട്ടോ നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 6 മുട്ട ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ ഈ കേക്കിന് വേണ്ടി സ്പഞ്ച് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലെയറിന് മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലെയറിൽ കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ആദ്യം കൊടുത്തതിന് ശേഷം ഞാനിവിടെ പെർലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ എനിക്കൊരു അബദ്ധം പറ്റി. ഇതേ അതിൻ്റെ സോസ് ക്യാരമൽ സോസ് ഒഴിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പെർലൈൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ റിച്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചോക്ലേറ്റോടെ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഫില്ലിങ്സിൽ യാതൊരു ദാക്ഷിണ്യം കാണിക്കുന്നില്ല. നന്നായിട്ട് തന്നെ ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു ബട്ടർ സ്കോച്ച് റിച്ച് കേക്കാണ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഈ കേക്കിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാരമൽ സോസ് എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗണാഷോടെ ചേർത്തിട്ടുള്ള ക്യാരമൽ സോസാണ് കേട്ടോ. ഓൾറെഡി സോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിക്കാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് പാലും പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ മിൽക്ക് എസൻസും കൂടി ചേർത്തിട്ടാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു സിറപ്പിന്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ 7 ലെയർ കംപ്ലീറ്റ് ചെയ്ത് വെയിറ്റ് നോക്കിയപ്പോഴേക്കും എന്തേ 2 കിലോ ഉണ്ട് കേട്ടോ. 900 സംതിങ് ഉണ്ട്. അപ്പോൾ 2 കിലോ ഉണ്ട്. പിന്നെ ഞാൻ 7 ലെയറിൽ മാത്രം നിർത്തി ഒരു ലെയർ മാറ്റി വെക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഞാനൊരു കൊക്കോമെലൻ തീമിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഒരു മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ആ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. 30 രൂപയാണ് കേട്ടോ ഈ പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് അവിടെ ഇവിടെയായിട്ട് ബ്ലൂം ഗ്രീൻ കളറിൽ കുറച്ച് ഡിസൈനോട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് ഇതേ നോക്കിക്കോണം 200-300 അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നതായിരിക്കും. ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.